കൊല്ലത്ത് CPM-ൽ നടപടി. 2 ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തരം താഴ്ത്തി. NS പ്രസന്നകുമാറിനെയും PR വസന്തനെയും ഏരിയ കമ്മിറ്റിയിലേക്കാണ് തരം താഴ്ത്തിയത്. കരുനാഗപ്പള്ളി, കുണ്ട്ര മണ്ഡലങ്ങളിലെ തോൽവിയിലാണ് നടപടി. നേരിട്ട രണ്ടുപേരും മുൻകാല VS പക്ഷക്കാരാണ്. VV വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, 2 മണ്ഡലങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട തോൽവി, അത് അത്തരത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് ഉണ്ടായിട്ടുണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, കുണ്ട്ര, കരുനാഗപ്പള്ളി മണ്ഡലങ്ങളിലെ തോൽവി ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ അപ്രതീക്ഷിതമായിരുന്നു. കുണ്ട്രയിൽ CPM സംസ്ഥാന നേതൃത്വം തന്നെ വലിയ വിജയം പ്രതീക്ഷിച്ച ഇടമാണ്. അവിടെയാണ് അപ്രതീക്ഷിത തോൽവി ഉണ്ടായത്. ഇന്ന് CPM സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി A. വിജയരാഘവന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ നേതൃയോഗത്തിലാണ് നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനമായത്. സംഘടനാ ദൗർബല്യം കാരണമായി എന്ന വിലയിരുത്തൽ നേരത്തെ തന്നെ സംഘടനാ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് പ്രവർത്തനം ഉണ്ടായി എന്നും വിലയിരുത്തലുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 7 നേതാക്കളിൽ നിന്നാണ് വിശദീകരണം ആരാഞ്ഞിരുന്നത്. ഇതിൽ നേതാക്കൾ വിശദീകരണം നൽകിയെങ്കിലും തൃപ്തികരമല്ലാത്തതിനാൽ നടപടിയെടുക്കുകയായിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PR വസന്തൻ, NS പ്രസന്നകുമാർ എന്നിവരെ ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും DYFI ജില്ലാ പ്രസിഡന്റുമായ R. ബിജു, കുണ്ട്ര ഏരിയ സെക്രട്ടറി SL സജികുമാർ, ശൂരനാട് ഏരിയ സെക്രട്ടറി PB സത്യദേവ്, കരുനാഗപ്പള്ളി ഏരിയ സെക്രട്ടറി PK ബാലചന്ദ്രനും മുൻ മന്ത്രി J. ബഷീർകുട്ടിയമ്മയുടെ ഭർത്താവും ജില്ലാ കമ്മിറ്റി അംഗവുമായ B. കുറുപ്പ് എന്നിവരെ താക്കീത് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ തരം താഴ്ത്തപ്പെട്ട ജില്ലാ നേതാക്കൾ പഴയ VS ഗ്രൂപ്പുകാരാണ് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തങ്ങളുടെ സ്ഥാനാർത്ഥി മത്സരിച്ച കരുനാഗപ്പള്ളിയിൽ CPM കാര്യമായി പ്രവർത്തിച്ചില്ലെന്ന് CPI നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു. കുണ്ട്രയിലാകട്ടെ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളാണ് തോൽവിയിലേക്ക് നയിച്ചതും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ CPM നേതൃത്വം നടപടി സ്വീകരിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്. ശരി വിനോദ്. മറ്റു ചില വാർത്തകളിലേക്ക്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പുകൾ സംയുക്തമായി തയ്യാറാക്കിയ അന്തിമ മാർഗരേഖ സർക്കാർ പുറത്തിറക്കി. ആദ്യ 2 ആഴ്ച ഉച്ചവരെയാകും ക്ലാസ്. രക്ഷിതാക്കൾക്ക് സമ്മതമെങ്കിൽ മാത്രം കുട്ടികളെ സ്കൂളിൽ വിട്ടാൽ മതി. പൊതു അവധി ഒഴികെയുള്ള ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിവസമായിരിക്കും. കൂട്ടുകൂടൽ ഒഴിവാക്കാൻ ബാച്ചുകളായി തിരിച്ചും ബയോ ബബിൾ സംവിധാനം ഒരുക്കിയുമാകും സ്കൂളുകൾ പ്രവർത്തനം നടത്തുക. തിരികെ സ്കൂളിലേക്ക് എന്ന പേരിൽ 47 ലക്ഷം കുട്ടികളെ സ്കൂളിലെത്തിക്കാനുള്ള വിപുലമായ ക്രമീകരണങ്ങളാണ് മാർഗരേഖയിൽ. നവംബർ 1 മുതൽ 8, 9 ക്ലാസുകൾ ഒഴികെ മുഴുവൻ ക്ലാസുകളും തുടങ്ങും. 15 മുതൽ 8ഉം 9ഉം കൂടി ആരംഭിക്കും. ആദ്യ 2 ആഴ്ച ഉച്ചവരെയാണ് ക്ലാസ്. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ 2 കുട്ടികൾ മാത്രം. ഒരു ക്ലാസ്സിനെ 2ആയി വിഭജിച്ച് ഒരു സമയം പരമാവധി കുട്ടികൾ ഒരുമിച്ചെത്തുന്നത് കുറയ്ക്കണം. 1000 കുട്ടികളിൽ കൂടുതലുണ്ടെങ്കിൽ ആകെ കുട്ടികളുടെ 25% മാത്രം ഒരു സമയത്ത് സ്കൂളിൽ വരുന്ന വിധമാണ് ക്രമീകരണം. ഓരോ ബാച്ചിനും തുടർച്ചയായ 3 ദിവസം ക്ലാസ്, അടുത്ത ബാച്ചിന് അടുത്ത 3 ദിവസം ക്ലാസ്. കുട്ടികൾക്ക് ബാച്ച് മാറാൻ അനുവാദമില്ല. രാവിലെ 9 മുതൽ 10 വരെയുള്ള സമയത്തിനിടയ്ക്ക് ക്ലാസുകൾ തുടങ്ങണം. രക്ഷകർത്താക്കളുടെ പൂർണ്ണ സമ്മതത്തോട് മാത്രമേ കുട്ടികൾ സ്കൂൾ വരേണ്ടതായിട്ടുള്ളൂ. ആദ്യത്തെ 2 ആഴ്ച ക്ലാസ്സുകൾ ഉച്ചവരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ശനിയാഴ്ച പൊതു അവധി ഒഴികെയുള്ള ശനിയാഴ്ചയിൽ പ്രവൃത്തി ദിവസം ആയിരിക്കും. ഭിന്നശേഷിയുള്ള കുട്ടികൾ ആദ്യഘട്ടം വരേണ്ടതില്ല. കുട്ടികളെ കൊണ്ടുവരുന്ന രക്ഷിതാക്കൾ സ്കൂളിൽ പ്രവേശിക്കരുത്. ഉച്ചഭക്ഷണം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച്. 6 മുതൽ 10 വരെയുള്ള കുട്ടികളെ ഒരു ബയോ ബബിൾ ആക്കിയാകണം ക്ലാസ്. ഈ ബയോ ബബിളിലെ കുട്ടികൾ മറ്റു ബയോ ബബിളിലെ കുട്ടികളുമായി ഇടപെടരുത്. എല്ലാ ക്ലാസ്സുകളിലും നമ്മളൊരു രോഗലക്ഷണ രജിസ്റ്റർ സ്കൂളുകളിൽ സൂക്ഷിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറുടെ സേവനം ഒരു സ്കൂളിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. ഒരു ഓൺ കോളിൽ ഒരു ഡോക്ടർ അവിടെ എത്തത്തക്ക രീതിയിൽ ഒരു ഡോക്ടർ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. അക്കാദമിക് കലണ്ടറും പാഠ്യപദ്ധതിയും ഉടൻ പ്രസിദ്ധീകരിക്കും. ആദ്യ 2 ആഴ്ചയ്ക്ക് ശേഷം ക്ലാസ്സിലെത്തേണ്ട കുട്ടികളുടെ എണ്ണം, ഷിഫ്റ്റ് എന്നിവയിലടക്കം മാറ്റമുണ്ടാകും. സ്കൂളുകളിൽ മാർഗരേഖ നടപ്പിലാക്കുന്നത് സൂക്ഷ്മമായി പരിശോധിക്കും. ഇതിന് പോലീസ് സഹായം തേടുമെന്നും മന്ത്രിമാർ വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. +1 സീറ്റിന്റെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്ന് ആവർത്തിച്ച് വിദ്യാഭ്യാസ മന്ത്രി. ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ശരിയല്ല. പരമാവധി കുട്ടികൾക്ക് ആഗ്രഹിച്ച വിഷയങ്ങൾ തന്നെ നൽകാനാണ് ശ്രമമെന്നും മന്ത്രി പറഞ്ഞു. ഉപരിപഠനത്തിന് അർഹത നേടിയിട്ടുള്ള എല്ലാ കുട്ടികളെയും ഏതെങ്കിലും നിലയിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുന്നത് തന്നെയാണ് ഗവൺമെൻറ് നിലപാട്. അതുകൊണ്ട് ഒരു രക്ഷകർത്താവും ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. തൻ്റെ മകനോ മകൾക്കോ അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആശങ്കപ്പെടേണ്ട ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമുക്ക് എല്ലാ വിഷയങ്ങളിലും ചേർന്ന് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു സന്മനസ് കുട്ടികളും രക്ഷകർത്താക്കളും കാണിക്കുക. നമുക്ക് പരമാവധി കുട്ടികൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ തന്നെ കൊടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്താം.
മേണിനടിക്കാൻ സംസ്ഥാനം കോവിഡ് മരണക്കണക്കുകൾ മറച്ചുവെച്ചുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. കോവിഡ് മൂലം മരിച്ച 10,000-കണക്കിന് പേർ ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്താണ്. മരിച്ചവർക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പട്ടിക പുതുക്കുമെന്നും വിട്ടുപോയ 7,000-ഓളം പേരെ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. കോവിഡ് മരണ പട്ടികയിൽ അപാകത, പ്രതിരോധം പാളി എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം അനുമതി തേടിയത്. മരണക്കണക്കുകൾ മറച്ചുവെക്കുന്നതിനാൽ അർഹരായ 10,000-കണക്കിന് കുടുംബങ്ങൾക്ക് ആനുകൂല്യം നിഷേധിക്കപ്പെടും. കേരളത്തിൽ വാക്സിൻ എടുത്തിട്ടും ദിവസവും 150 പേർ മരിക്കുന്നതിന് കാരണം വ്യക്തമാക്കണമെന്നും PC വിഷ്ണുനാഥ്. അവരെ സഹായിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം. നമ്മൾ വാക്സിൻ ചലഞ്ച് വഴി സമാഹരിച്ച ഏതാണ്ട് 800 കോടി രൂപ നമ്മുടെ കയ്യിലിരിക്കുകയാണ്. ആ പണം നമ്മൾ ചിലവഴിക്കണം സർ. അങ്ങനെ അതിനുള്ള ഒരു പൊളിറ്റിക്കൽ വില്ല് ഈ പാവപ്പെട്ട ആളുകളോട് ഈ ഗവൺമെന്റ് കാണിക്കുമോ? മരണക്കണക്കിൽ സർക്കാരിന് ഒന്നും മറയ്ക്കാനില്ലെന്ന പതിവ് മറുപടിയായിരുന്നു ആരോഗ്യമന്ത്രിയുടേത്. 7,000-ഓളം മരണങ്ങൾ ആ രീതിയിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇല്ലാതെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഡോക്യുമെന്റ്സ് ഉൾപ്പെടെ മെഡിക്കൽ ബുള്ളറ്റിനുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ജില്ലകളിലും ഇത് പ്രസിദ്ധീകരിക്കുകയാണ്. യഥാർത്ഥ കണക്ക് പുറത്തു വന്നാൽ കോവിഡിന്റെ പേരിൽ കെട്ടിപ്പൊക്കിയ കോട്ടകൾ ഇടിഞ്ഞു വീഴുമെന്ന് VD സതീശൻ. അവകാശവാദങ്ങളുടെ കോട്ടകൾ മുഴുവൻ ഇടിഞ്ഞു വീഴും. അത്രയും വലിയ വ്യത്യാസം മരണനിരക്കുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ജൂൺ 16-ന് മുമ്പ് മരിച്ചവർക്ക് മാത്രം സ്വകാര്യതയും 16-ന് ശേഷം മരിച്ചവർക്ക് സ്വകാര്യത ഇല്ലാതാകുകയും ചെയ്യുന്നത് എന്താണ് സർ? ഇതിനിടെ പ്രതിപക്ഷ ആരോപണങ്ങളോട് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയും പ്രതികരിച്ചു. ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് വന്നപ്പോൾ നമ്മളത് പരിശോധിക്കുകയും അതെല്ലാം പട്ടികയിൽ ഉണ്ട് എന്ന് തെളിയിക്കുകയും ചെയ്തതാണ്. പിന്നെ ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട മന്ത്രി വളരെ വ്യക്തമായിട്ട് അതിനുള്ള മറുപടി പറഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്ന് 10,944 പേർക്ക് കോവിഡ്, 120 മരണം കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണസംഖ്യ 26,072ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 95,510 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 11.46% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 12,922 പേർക്ക് രോഗം ഭേദമായി. 227 തദ്ദേശ സ്ഥാപനങ്ങളിലായി 332 വാർഡുകൾ WIPR 10-ന് മുകളിലാണ്. ഇവിടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. 6 പതിറ്റാണ്ടിന് ശേഷം എയർ ഇന്ത്യ വീണ്ടും ടാറ്റ ഗ്രൂപ്പിന് 18,000 കോടി രൂപയ്ക്കാണ് വിമാന കമ്പനി കൈമാറുന്നത്. ഏറ്റെടുക്കൽ നടപടികൾ ഡിസംബറിൽ പൂർത്തിയാകും. Thales Private Limited, which is basically Tata Sons SPV, has emerged as a successful bidder for the sale of equity shareholding of GOI in Air India. ലേലത്തിൽ പങ്കെടുത്ത സ്പൈസ് ജെറ്റിന് പിന്തള്ളിയാണ് എയർ ഇന്ത്യ ടാറ്റ ഗ്രൂപ്പ് സ്വന്തമാക്കിയത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള മന്ത്രിതല സമിതി യോഗത്തിലാണ് കൈമാറ്റം സംബന്ധിച്ച അന്തിമ തീരുമാനം. എയർ ഇന്ത്യ എക്സ്പ്രസ് കമ്പനികളുടെ 100% ഓഹരിയും ഗ്രൗണ്ട് ഹാൻഡലിംഗ് കമ്പനിയായ എയർ ഇന്ത്യ സാറ്റസ് എയർപോർട്ട് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിലെ 50% ഓഹരിയുമാണ് ടാറ്റ സ്വന്തമാക്കുന്നത്. Transaction is expected to close by the end of December 2021. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 31 വരെ 61,526 കോടി രൂപയാണ് എയർ ഇന്ത്യയുടെ കടം. ഇതിൽ 15,300 കോടി രൂപയുടെ കടം ടാറ്റ ഏറ്റെടുക്കും. ബാക്കി 46,262 കോടി രൂപ സർക്കാർ രൂപീകരിച്ച എയർ ഇന്ത്യ അസറ്റ്സ് ഹോൾഡിംഗ് ലിമിറ്റഡിന് കൈമാറും. 1953-ലാണ് ടാറ്റയിൽ നിന്ന് കമ്പനി കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തത്. 2001-ൽ എയർ ഇന്ത്യ ഏറ്റെടുക്കാൻ ടാറ്റ ഗ്രൂപ്പ് ശ്രമിച്ചെങ്കിലും വിൽപ്പന വേണ്ടെന്ന് സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. മറ്റു കമ്പനികളുമായി സഹകരിച്ച് എയർ ഏഷ്യ ഇന്ത്യ, വിസ്താര എന്നീ വിമാന സർവീസുകൾ ടാറ്റ ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ലഖിംപൂർ ഖേരിയിൽ കർഷകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഉത്തർപ്രദേശ് സർക്കാരിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. കൊലക്കുറ്റം ചുമത്തിയ കേസിൽ പ്രതികളോട് ഇത്രയും ഉദാര സമീപനം എന്തിനെന്ന് കോടതി ചോദിച്ചു. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്രയ്ക്ക് കോടതി വീണ്ടും സമൻസ് അയച്ചു. കർഷകർ കൊല്ലപ്പെട്ട കേസിൽ UP പോലീസ് സ്വീകരിച്ച നടപടി തൃപ്തികരമല്ലെന്ന് കോടതി പറഞ്ഞു. എന്നാൽ കേസിൽ ഉൾപ്പെട്ടവർ ഉന്നതരായതുകൊണ്ട് CBI അന്വേഷണമെന്ന ആവശ്യത്തിൽ ന്യായമില്ല. കേസിലെ തെളിവുകൾ സംരക്ഷിക്കണമെന്ന് DGPക്ക് കോടതി നിർദ്ദേശം നൽകി. വാഹനം കർഷകർക്ക് മേൽ ഓടിച്ചു കയറ്റിയ കേസിൽ ആരോപണ വിധേയനായ ആശിഷ് മിശ്ര ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കൂടുതൽ സമയം തേടിയതായും UP സർക്കാർ കോടതിയെ അറിയിച്ചു. കൊലക്കുറ്റം ചുമത്തിയ കേസിൽ പ്രതികളോട് ഇത്രയും ഉദാര സമീപനം എന്തിനെന്ന് ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു.
मैं बहुत खुश हूं कि सुप्रीम कोर्ट ने सुओ मोटो इसका नोटिस लिया है और मैं बहुत खुश हूं कि उन्होंने कहा है कि एक निष्पक्ष जांच होनी चाहिए। हम ये नहीं कह रहे हैं कि फलाना अपराधी है फलाना अपराधी है, हम कह रहे हैं जो भी अपराधी है जिसको जनता ने देखा है मौजूद उस समय उसको आप गिरफ्तार करिए, निष्पक्ष जांच कराइए। അതേസമയം ഹാജരാകാൻ ആവശ്യപ്പെട്ട അജയ് മിശ്രയുടെ വസതിക്ക് മുന്നിൽ UP പോലീസ് വീണ്ടും നോട്ടീസ് പതിച്ചു. ആശിഷ് ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് കേന്ദ്രമന്ത്രി അജയ് മിശ്ര പറഞ്ഞു. കർഷകരടക്കം 8 പേർ കൊല്ലപ്പെട്ട സംഭവം ദൗർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. देखिए, लखीमपुर खीरी की घटना ये दुखद और दुर्भाग्यपूर्ण है जी, और सरकार उसकी तह बजा रही है, तो कानून को हाथ में लेने का अधिकार किसी को नहीं, चाहे वो कोई भी हो, चाहे वो कोई भी हो, मंत्री हो, उसका बेटा भी हो। मैंने कहा कोई भी हो, अगर कोई दोषी है तो उसको छोड़ेंगे भी नहीं. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് പുറമെ ജുഡീഷ്യൽ അന്വേഷണവും നടത്തുന്നുണ്ട്. വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്നും മുഖ്യമന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടിയിൽ ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ ജാമ്യമില്ല. പ്രതികളെല്ലാവരും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരും. NCBയുടെ കണ്ടെത്തലുകൾ മുംബൈയിലെ കില കോടതി ശരിവെച്ചു. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയ്ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആര്യനടക്കമുള്ള പ്രതികൾക്കെതിരെ നിർണായക തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചു. പ്രതികൾ ഉന്നത ബന്ധമുള്ളവരാണെന്നും ജാമ്യം കൊടുത്താൽ കേസിനെ ബാധിക്കുമെന്നും NCB കോടതിയെ അറിയിച്ചു. ഇത് പരിഗണിച്ചുകൊണ്ടാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. ആര്യൻ ഖാൻ ജാമ്യത്തിനായി സെഷൻസ് കോടതിയെ സമീപിക്കും. KPCCക്ക് 4മതൊരു വർക്കിംഗ് പ്രസിഡന്റ് കൂടി ഉണ്ടാകുമോ? സമുദായ സമവാക്യം പാലിക്കാൻ പുതിയ വർക്കിംഗ് പ്രസിഡന്റ് വേണമെന്ന ചർച്ചകൾ കോൺഗ്രസിൽ സജീവമാണ്. സംസ്ഥാനത്ത് തയ്യാറാക്കിയ ഭാരവാഹികളുടെ കരട് പട്ടികയുമായി KPCC നേതൃത്വം ഇന്ന് ഡൽഹിക്ക് പോകും. കേരളത്തിന്റെ 3 മേഖലകളുടെ പ്രാതിനിധ്യം എന്ന രീതിയിലാണ് 3 മേഖലകളിൽ നിന്നുള്ള നേതാക്കളെ വർക്കിംഗ് പ്രസിഡന്റുമാരായി നിശ്ചയിച്ചത്. പക്ഷേ ജാതി സമുദായ സമവാക്യം പരിശോധിക്കുമ്പോൾ നായർ സമുദായത്തിന് പ്രാതിനിധ്യം കിട്ടിയില്ലെന്ന് പരാതിയുണ്ട്. ഇതാണ് നായർ സമുദായ അംഗമായ പുതിയ വർക്കിംഗ് പ്രസിഡന്റ് എന്ന ആശയം ചർച്ചയാവുന്നതിന് കാരണം. പക്ഷേ ഇതിന് വെല്ലുവിളികൾ ഏറെയുണ്ട്. സംസ്ഥാനത്ത് തന്നെ അഭിപ്രായ ഐക്യം ഉണ്ടായിട്ടില്ല. ഹൈക്കമാൻഡ് നിലപാടും നിർണായകമാണ്. നേരത്തെ ഉണ്ടായ വിവാദങ്ങൾ ഒഴിവാക്കാൻ ഇത്തവണ ഗ്രൂപ്പ് നേതാക്കളുമായി പരമാവധി ചർച്ച നടത്തിയ ശേഷമാണ് നേതൃത്വം ഡൽഹിക്ക് പോകുന്നത്. ഇത്തവണ തർക്കങ്ങളില്ലാതെ പരിഹരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഉമ്മൻചാണ്ടിയുമായിട്ടും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും സംസാരിച്ചിരുന്നു. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. പാർട്ടിക്ക് അടുത്ത വെല്ലുവിളിയെ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ഗ്രൂപ്പുകൾ നൽകിയ ലിസ്റ്റും KPCC നേതൃത്വം സ്വന്തം നിലയ്ക്ക് തയ്യാറാക്കിയ പേരുകളും കൈവശമുണ്ട്. ഹൈക്കമാൻഡുമായുള്ള ചർച്ചയിൽ പേരുകൾ മാറിമറിഞ്ഞേക്കാം. ഡൽഹി ചർച്ചകൾ നീണ്ടുപോയാൽ പ്രഖ്യാപനവും വൈകും. ന്യൂസ് 18 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിച്ച സമിതികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൽ അച്ചടക്ക നടപടികൾക്ക് തുടക്കം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയ 97 നേതാക്കൾക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. അന്വേഷണ സമിതിക്ക് ലഭിച്ചതിൽ ഗുരുതരമെന്ന് കണ്ടെത്തിയ 58 പരാതികൾ പ്രത്യേകം പരിശോധിക്കും. ഘടകകക്ഷികൾ മത്സരിച്ച ചവറ, കുന്നത്തൂർ, ഇടുക്കി, അഴീക്കോട് മണ്ഡലങ്ങളിലെ തോൽവി പ്രത്യേകം പരിശോധിക്കും. കോൺഗ്രസ് മത്സരിച്ച കായംകുളം, അടൂർ, പീരുമേട്, തൃശൂർ, ബാലുശ്ശേരി മണ്ഡലങ്ങളിലെ തോൽവി പരിശോധിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചു. സ്വന്തം മണ്ഡലത്തിൽ സംഘടനാതലത്തിൽ പ്രവർത്തിക്കാത്തവരെ KPCC ഭാരവാഹി സ്ഥാനങ്ങളിൽ പരിഗണിക്കില്ലെന്നും സുധാകരൻ അറിയിച്ചു. മലമ്പുഴ വനത്തിൽ കഞ്ചാവ് റെയ്ഡിന് പോയ പോലീസ് സംഘം ഉൾക്കാട്ടിൽ കുടുങ്ങി. നാർക്കോട്ടിക് സെൽ DYSP CD ശ്രീനിവാസിന്റെ നേതൃത്വത്തിലുള്ള 13-അംഗ സംഘമാണ് വനത്തിൽ കുടുങ്ങിയത്. രാവിലെ വനത്തിൽ പരിശോധനയ്ക്ക് കയറിയ സംഘം വൈകുന്നേരമായിട്ട് മടങ്ങിയെത്തായതോടെയാണ് പോലീസ് വനം ഉദ്യോഗസ്ഥ സഹായം തേടിയത്. കനത്ത മഴയിൽ കുടുങ്ങിയവർ സുരക്ഷിതരാണെന്നും നാളെ മടങ്ങിയെത്തുമെന്നും പാലക്കാട് SP R വിശ്വനാഥ് അറിയിച്ചു. ഇടവേള. അഫ്ഗാനിസ്ഥാനിൽ ചാവേർ ആക്രമണത്തിൽ 100 പേർ കൊല്ലപ്പെട്ടു. 100-ലധികം പേർക്ക് പരിക്കേറ്റു. കുന്ദൂസ് പ്രവിശ്യയിലെ ഷിയ പള്ളിയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനാ സമയത്താണ് സ്ഫോടനമുണ്ടായത്. ഒട്ടേറെ പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ലെങ്കിലും IS ഭീകരരാണ് ആക്രമണം നടത്തിയതെന്ന് റിപ്പോർട്ടുണ്ട്. ഓഗസ്റ്റിൽ കാബൂൾ വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ 190 പേർ കൊല്ലപ്പെട്ടിരുന്നു. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം 2 മാധ്യമപ്രവർത്തകർക്ക്. റഷ്യയിലെ ദിമിത്രി മുറാതോവ്, ഫിലിപ്പൈൻസിലെ മരിയ റസ്ത എന്നിവർക്കാണ് പുരസ്കാരം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള ആദരമായാണ് പുരസ്കാര പ്രഖ്യാപനം.
BJP സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ സംസ്ഥാന സെക്രട്ടറി AK നസീർ. പാർട്ടിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലെന്നും കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുമെന്നും നസീർ വ്യക്തമാക്കി. നസീറിനെ സസ്പെൻഡ് ചെയ്തതായി സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ അറിയിച്ചു. പൂനെയിൽ മലയാളി യുവതി മരിച്ചത് ഭർതൃപീഡനം മൂലമെന്ന ആരോപണം. കൊട്ടാരക്കര വാളകം പൊടിയാട്ടുവിള മധുമന്ദിരത്തിൽ മധുസൂദനൻ പിള്ള അംബിക ദമ്പതികളുടെ മകൾ പ്രീതിയാണ് മരിച്ചത്. പൂനെയിലെ ദോസരിയിൽ ഭർത്താവ് അഖിലിനൊപ്പം താമസിച്ചിരുന്ന ഫ്ളാറ്റിലെ ഹാളിൽ തൂങ്ങിമരിച്ചതിലായിരുന്നു മൃതദേഹം. 6 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. സ്ത്രീധനത്തിന്റെ പേരിൽ അഖിലും കുടുംബവും പ്രീതിയെ നിരന്തരം പീഡിപ്പിക്കാറുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നു. ഭർത്താവ് മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ പ്രീതി വാട്സാപ്പിൽ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്ത് പോലീസ് പരിശോധിക്കുന്നുണ്ട്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.